ഹായ് അസ്സലാമലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് രാവിലെ നേരത്തെ എണീറ്റിട്ടുണ്ടായിരുന്നു ട്ടോ. ഇന്ന് ശരിക്കും പറയാന്നുവെച്ചെങ്കിൽ ഞാനൊരു 3:30, 3:45 ആകുമ്പോഴേ എണീറ്റു ട്ടോ. ഒരു ഉറക്കം കഴിഞ്ഞാൽ ഇപ്പോൾ ഉറക്കമില്ല. ശരിക്കും നമ്മൾ പറയാന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ പ്രാരാബ്ധങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടെങ്കിൽ ശരിക്കും പറയുകയാണെങ്കിൽ ഒരു അലാറം അടിക്കേണ്ട ആവശ്യമില്ല ട്ടോ എണീക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് നമ്മൾ രാത്രി ആയി കഴിഞ്ഞാൽ രാവിലെ മുതലേ പണികളൊക്കെ ചെയ്തിട്ട് അങ്ങനെ കിടന്ന് ഉറങ്ങിപ്പോവും. ഉറങ്ങി എണീച്ച് കഴിഞ്ഞാൽ ആ ഒരു ഉറക്കം ഉറങ്ങി കഴിഞ്ഞാൽ പിന്നെയും നമ്മുടെ മനസ്സിലേക്ക് ഓരോ ചിന്തകളൊക്കെ വരൂലേ. പിന്നെ നമുക്ക് ഉറക്കം കിട്ടില്ല ട്ടോ. എൻ്റെ അവസ്ഥ അങ്ങനെയാണ്. എൻ്റെ അവസ്ഥയിൽ കൂടെ ജീവിക്കുന്ന ഒരുപാട് പേരുണ്ടാവും. അവർക്കൊക്കെയും ചിലപ്പോൾ ഞാൻ പറയണത് മനസ്സിലാവും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഞാൻ രാവിലെ നേരത്തെ എണീറ്റ് കുറേ നേരം ഉമ്മറത്ത് ഇങ്ങനെ സെറ്റിയിലിരുന്നു. പിന്നെ അങ്ങനെ പോയി നിസ്കാരമൊക്കെ കഴിഞ്ഞ് അകത്ത് അടുക്കളയിൽ കയറിയിട്ടുണ്ട് ട്ടോ. അപ്പോൾ ഇന്ന് നീർദോശ ഉണ്ടാക്കണത്. അപ്പോൾ അരി വെള്ളത്തിൽ ഇന്നലെ രാത്രി ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാത്രി തന്നെ ഇന്നലെ സാമ്പാർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ട്ടോ. ഉള്ളി സാമ്പാറാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഉള്ളി സാമ്പാറിൽ വെണ്ടക്കായൊക്കെ ഇട്ടിട്ടുണ്ട് ട്ടോ. അപ്പോൾ അങ്ങനെ ഒരു സാമ്പാർ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അപ്പോൾ ഇന്ന് ദോശയിലേക്ക് സാമ്പാറാക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ ആ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഞാനിവിടെ ഇങ്ങനെ ഇരുന്ന് പറയണത് ട്ടോ. പറഞ്ഞപ്പോൾ സൗണ്ട് ഇല്ല. നമ്മുടെ ഫോൺ ഇത്തിരി അകലെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സൗണ്ട് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ വോയിസ് കൊടുക്കാമെന്ന് വിചാരിച്ചു ട്ടോ. അപ്പോൾ ഇങ്ങനെ ഇരുന്നിട്ട് ഞാൻ എന്താ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ ഒരു ഉറക്കമുള്ളൂന്ന്. ആ ഉറക്കത്തിൽ നിന്ന് ഞാൻ എണീക്കാൻ കാരണം എൻ്റെ ഉപ്പ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു ട്ടോ ഇന്നലെ. അപ്പോൾ ഒരു കുറേ അനുഭവം അങ്ങനെ കുറേ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് എൻ്റെ ജീവിതത്തിൽ. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ വല്ലാതെ വിഷമിച്ചിട്ട് ഇങ്ങനെ കിടക്കണ സമയത്തൊക്കെ അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്താ ഇത്ര വല്ലാത്ത വിഷമം എന്ന്. ഒരുപാട് കാര്യങ്ങളുണ്ട് ട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ മനസ്സിൽ ഒരു ഇടങ്ങേറായിട്ട് കിടക്കണ സമയത്ത് നല്ല വിഷമമായിട്ട് കിടക്കണ സമയത്തൊക്കെ ഉപ്പ അടുത്തേക്ക് വരാറുണ്ട് ട്ടോ. അപ്പോൾ ഇന്നലെയും അങ്ങനത്തെ ഒരു ദിവസമായിരുന്നു. അപ്പോൾ ഇന്നലെ ഞാനിങ്ങനെ കിടന്നുറങ്ങുമ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചിന്തിച്ചു. പക്ഷെ ഉപ്പാനെ കുറിച്ചിട്ടൊന്നും ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല ട്ടോ. നമ്മുടെ ജീവിതത്തിലുള്ള പ്രശ്നങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചിന്തിച്ചിട്ട് അങ്ങനെ കിടന്നത്. അങ്ങനെ കിടന്നപ്പോഴാണ് ഉപ്പ അങ്ങനെ വന്നിട്ട് ഇപ്പോൾ 2, 3 പ്രാവശ്യമായിട്ട് അങ്ങനെ നമ്മുടെ തലയിൽ ഇങ്ങനെ തലോടും. തലോടിയിട്ട് പറയും എല്ലാം ശരിയാവും, വിഷമിക്കണ്ട എന്ന് പറയും ട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വോയിസ് കൊടുക്കുമ്പോഴേക്കൊക്കെ പറയുമ്പോൾ തന്നെ സങ്കടം വരികയാണ്. അങ്ങനെ നമ്മളതിനെ തൊട്ട് തലോടി ശരിക്കും നമുക്ക് ആ തലോടലൊക്കെ നമുക്ക് ശരിക്കും ഫീൽ ചെയ്യും ട്ടോ. അങ്ങനെ നമ്മുടെ അടുത്ത് വരണതും നമ്മുടെ അടുത്ത് ഇരിക്കണതും നമ്മളതിനെ തൊടണതും ഒക്കെ നമുക്ക് ഫീൽ ചെയ്യും. അങ്ങനത്തെ ഒരു പിന്നെ അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ ഉണർന്നതാണ്. ശരിക്കും പറയാച്ചെങ്കിൽ സ്വപ്നമാണോ എന്ന് പോലും എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ അപ്പോൾ ഉണർന്നിട്ട് പിന്നെ എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല കേട്ടോ. പിന്നെ എനിക്ക് ഉപ്പാനെ കുറിച്ചിട്ടുള്ള ഓർമ്മകൾ മാത്രമായി. പിന്നെ മനസ്സ് വല്ലാതെ അങ്ങോട്ട് കുറേ സങ്കടമായി പിന്നെ. അപ്പോൾ നമ്മളതിനെ മരിച്ചു പോയാലും നമ്മുടെ ഉള്ളിലെ വിഷമങ്ങളൊക്കെ അവരൊക്കെ അറിയുന്നുണ്ടെന്ന് എനിക്ക് തോന്നണത് കേട്ടോ. നമ്മുടെ മനസ്സ് വിഷമിക്കണതൊക്കെ ചിലപ്പോൾ നമുക്ക് ജന്മം തന്ന ആളാണല്ലോ. അപ്പോൾ അവർക്കത് അറിയുന്നുണ്ടാവും എന്നാണ് എനിക്കങ്ങനെ തോന്നുന്നത്. എന്താ വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും അതെ, എപ്പോഴും മനസ്സിൽ വല്ലാതെ വിഷമിച്ച് കിടക്കുകയാണെങ്കിലൊക്കെ എൻ്റെ ഉപ്പ അടുത്തേക്ക് വരാറുണ്ട്. അപ്പം ഇന്നലെ അങ്ങനെ ഒരു ദിവസമായിരുന്നു പുലർച്ചയ്ക്ക് കേട്ടോ. അപ്പം ഞാൻ അതൊക്കെ ആലോചിച്ചിട്ട് കുറേ നേരം അവിടെ ഇരുന്നു. പിന്നെ എണീറ്റിട്ടാണ് അടുക്കണ ഇരുന്നാൽ ശരിയാവില്ലല്ലോ, കുട്ടികളെ തന്നെ സ്കൂളിലേക്ക് വിടണ്ടേ. ഇന്ന് വെള്ളിയാഴ്ച ആയ കാരണം മദ്രസ ഇല്ല എന്നുള്ളൂ. അപ്പോൾ സ്കൂളിലേക്ക് വിടേണ്ട വെച്ചിട്ട് ഞാൻ വേഗം എണീറ്റിട്ട് പണികളൊക്കെ ചെയ്തു കേട്ടോ. ഉപ്പാക്ക് എത്ര വയസ്സായാലും ഉപ്പാക്ക് പണിക്ക് പോകാൻ ആരോഗ്യമില്ലെങ്കിലും ഉമ്മറപ്പടിയിൽ ആ കസേരയിൽ ഉപ്പ അവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഭയങ്കര ആശ്വാസമല്ലേ. ഞാൻ നാളൊരു ആരുടെ സ്റ്റാറ്റസ് കണ്ടു, ഉപ്പില്ലാത്ത ഉമ്മറപ്പടിയും പിന്നെ ഉമ്മ ഇല്ലാത്ത അടുക്കളയും നരകതുല്യ പറഞ്ഞിട്ട്. സംഭവം സത്യമായിട്ടാണ് പറയണത്. ഉമ്മ ഇല്ലാത്ത വീട്ടിലേക്കൊന്നും കയറി ചെല്ലാൻ പോലും നമുക്ക് ആലോചിക്കാൻ പോലും പറ്റില്ല. അതുപോലെ തന്നെ ഉപ്പ് ഉമ്മറത്തുണ്ടെങ്കിൽ നമുക്ക് കയറി ചെല്ലുമ്പോഴേ തന്നെ ഭയങ്കര സന്തോഷമല്ലേ അല്ലേ. അങ്ങനെ എന്തായാലും എന്താ പറയുക, ഉപ്പ അടുത്തേക്ക് വരുമ്പോൾ ഒരു സമാധാനം കേട്ടോ. മരിച്ചു പോയി, മരിച്ചാലും നമ്മുടെ അടുത്തേക്ക് ഇങ്ങനെ വന്നിട്ട് നമ്മളതിനെ നമ്മുടെ മനസ്സിൽ വിഷമമുള്ളപ്പോൾ വന്നിട്ട് നമ്മളതിനെ ആശ്വസിപ്പിക്കുന്നുണ്ടല്ലോ എന്നുള്ളൊരു ഇത്. വേറെ ആരും നമ്മളതിനെ അങ്ങനെ ആശ്വസിപ്പിക്കാനോ നമ്മുടെ അടുത്ത് വരാനോ തലോടാനോ അങ്ങനെ ആരും ഇല്ല. ഉമ്മ അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഉമ്മ ഇല്ലേന്ന്. ഉമ്മ ഉണ്ട് കേട്ടോ, ഉമ്മ കുഴപ്പമൊന്നുമില്ല, ഉമ്മ വരാറൊക്കെ ഉണ്ട്. പിന്നെ ഉമ്മ എപ്പോഴൊന്നും വരാറില്ല. എൻ്റെ ഉപ്പ ഉണ്ടെങ്കിൽ ഉപ്പ വേറൊരു ക്യാരക്ടർ, ഭയങ്കര സ്നേഹമുള്ള ഒരാളാട്ടോ. അപ്പോൾ വിചാരിക്കും ഉമ്മാക്ക് സ്നേഹമില്ലെന്ന്. ഉമ്മാക്ക് സ്നേഹം ഉണ്ട് കേട്ടോ. പല ആൾക്കാരും പല ക്യാരക്ടറല്ലേ. ഉമ്മ അങ്ങനെ ഉമ്മാക്ക് നല്ല സ്നേഹമുണ്ട്. ഉമ്മ ഞങ്ങളെ വെച്ചിട്ട് ജീവിച്ചിട്ടുള്ള ആളാണ്. പക്ഷേ ഉമ്മാക്ക് ഇങ്ങനെ സ്നേഹം പ്രകടിപ്പിക്കാൻ അറിയില്ല. എൻ്റെ ഉപ്പ അങ്ങനെയല്ല. ഉപ്പ ഒരു മക്കളേനെ പോലും പേര് വിളിച്ച്
വിളിക്കണ ഞാൻ കേട്ടിട്ടില്ലേ, മോളെ, മോനെ അല്ലെങ്കിൽ കുട്ടിയെ അങ്ങനെയൊക്കെ ഉപ്പ വിളിക്കുള്ളൂ കേട്ടോ. അപ്പോൾ അത്രയും ഒരു സ്നേഹമുള്ള ഒരു ആളായിരുന്നു എൻ്റെ ഉപ്പ. പക്ഷേ എന്താ ചെയ്യുക, പടച്ചോൻ തട്ടിപ്പറിച്ച് കൊണ്ടുപോയി എന്ന് തന്നെ പറയാം. അപ്പോൾ അതൊക്കെ ആലോചിച്ചപ്പോഴാണ് ഇങ്ങനെ വോയിസ് കൊടുക്കുമ്പോൾ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇരുന്നിട്ട് അതൊക്കെ പറയുന്നുണ്ടായിരുന്നു. അടുക്കളയിൽ എണിച്ച് വന്നിട്ട് ക്യാമറയുടെ മുന്നിൽ വെച്ചിട്ട് അതൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ക്യാമറയിൽ കേൾക്കണില്ല, സൗണ്ട് കേൾക്കണില്ല. ഒന്നാമത്തെ പട്ടികൾ ഇവിടെ ഏത് നേരം പട്ടികൾ ഓളിയിട്ടിട്ടാണ്. ഈ പട്ടിക്കുട്ടികളുള്ള കാരണം എപ്പോഴും ഇങ്ങനെ പൈച്ചിട്ട് നിന്നിട്ടാ. അപ്പോൾ ഒന്നും കേൾക്കാനില്ല. അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ വോയിസ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ ഇപ്പോൾ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും എൻ്റെ ഉപ്പാക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതാ ചോറൊക്കെ തിളപ്പിച്ച് ഊറ്റിയിട്ട് കുഞ്ഞുവിൻ്റെ പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ബീട്രൂട്ട് ഉപ്പേരി വെച്ചിട്ടുണ്ട്. ഒരു സബോള, ഇതിൽ മുളക് പൊടിയും പിന്നെ ഇത്തിരി ഉപ്പും പുളിയും പിന്നെ ഇത്തിരി വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചൊരു ചമ്മന്തി പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതന്നെ കേട്ടോ ഇന്നത്തെ കുഞ്ഞുവിന്. പിന്നെ സാമ്പാറുണ്ട് കേട്ടോ, തലേദിവസത്തെ സാമ്പാറും. തലേദിവസം വൈകുന്നേരം ഉണ്ടാക്കിയിട്ടാ സാമ്പാറും ഉണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഇന്ന് കുഞ്ഞുവിന് കൊണ്ടുപോകുന്നത്, സ്കൂളിലേക്ക് കൊണ്ടുപോകണം കേട്ടോ. അപ്പോൾ ഉപ്പേരി നേരത്തെ ആയ കാരണം ഇഷമോൾക്കും ആച്ചൂട്ടനും ഉപ്പേരി വേണമെന്ന് പറയുന്നുണ്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവർക്കും ഞാൻ പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ, അങ്ങനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മുടെ ഫോണിൻ്റെ ക്ലിയറൊക്കെ കുറഞ്ഞു തുടങ്ങിയിട്ട്. അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക വെച്ചിട്ട് നമ്മുടെ വീഡിയോ ഒന്നും കാണാതിരിക്കരുത്. എന്താണെന്നറിയില്ല, ഫോണിന് ക്യാമറ ക്ലിയർ കുറവായി തുടങ്ങിയപ്പോൾ. എന്താണാവോ അത്. അപ്പോൾ ഇതാ പണികളൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ അടക്കലും പറക്കലും ഒതുക്കലൊക്കെയാണ്. പിന്നെ കുറേ പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു, അതൊക്കെ കഴുകാനുള്ളിടത്ത് കൊണ്ടുപോയിട്ടു. പിന്നെ കുക്കർ ഒഴിവാക്കി, ഉപ്പേരി വെച്ച ചീഞ്ചട്ടി ഒഴിവാക്കി, അതൊക്കെ വേറെ പാത്രത്തിൽ ചെറിയ ചെറിയ പാത്രത്തിലേക്ക് ആക്കിയിട്ട് അതൊക്കെ മാറ്റി വെച്ചു. പിന്നെ ഗ്യാസ് അടുപ്പ് തുടയ്ക്കാനും അടുക്കള തുടയ്ക്കാനും ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്യണം. അപ്പോൾ കുഞ്ഞു നേരത്തെ പോവില്ല. അപ്പോൾ അവന് പോകാൻ വേണ്ടിയിട്ട് എല്ലാം ഒരുക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. അവന് ചായ ഒക്കെ അവിടെ കൊണ്ടുവച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അവൻ ഒരുങ്ങി അവന് പോകാൻ വേണ്ടു. പിന്നെ ഇന്ന് മദ്രസ ഇല്ലാത്ത കാരണം ആച്ചൂട്ടനൊക്കെ എണീറ്റിട്ടുണ്ട്. നേരത്തെ എണീറ്റ് ശീലമാവണ കാരണം എണീറ്റിട്ട് നേരത്തെ വന്നിട്ട് എന്നോട് ചോദിച്ചു, ഞാൻ കുളിക്കാറായോ അമ്മച്ചിയെ, ആയോ എന്നൊക്കെ ചോദിച്ചു കേട്ടോ എൻ്റെ അടുത്ത് വന്നിട്ട്. അപ്പോൾ പല്ല് തേച്ചോ പറഞ്ഞിട്ട് അവൻ അങ്ങനെ പല്ല് തേക്കാനായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ എല്ലാം പാത്രത്തിലേക്ക് ആക്കിയിട്ട് ചോറ് ഇനി വെക്കണം നമുക്ക്. ചോറ് അവനുള്ളത് തന്നെ ഉണ്ടായിരുന്നുള്ളൂ, തിളപ്പിച്ച് ഊറ്റിയിട്ട് അത് അവനവന് കൊടുത്തയച്ചു. ഇനി ബാക്കിയുള്ള ചോറ് വെക്കണം. കറിയൊന്നും ഇനി വെക്കില്ല കേട്ടോ, കറിയൊക്കെ ഉണ്ട്. അപ്പോൾ അവൻ എണ്ണക്കുപ്പി തരാൻ വന്നതാട്ടോ. അപ്പോൾ ഞാൻ അവന് തലയിൽ തേക്കാനുള്ള എണ്ണ എടുത്തു കൊടുത്താണ്, വെളിച്ചെണ്ണ കേട്ടോ. അപ്പോൾ എല്ലാം കഴിഞ്ഞു, അടുക്കളയിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ അടുക്കളയിൽ ചോറ് മാത്രമേ ഇനി വെക്കാനുള്ളൂ. അത് ഇവരൊക്കെ പോയതിന് ശേഷം ഞാൻ വെക്കും കേട്ടോ. ചിലപ്പോൾ ഗ്യാസിൻ്റെ മുകളിൽ ഒരു നാഴി ഇട്ടിട്ട് തിളപ്പിച്ചിട്ട് നമ്മൾ റൈസ് കുക്കറിൽ ഇറക്കി വെക്കും. വിറക് കത്തണില്ല, വിറകില്ല. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇതാണ്. അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ഒക്കെ ആയിട്ട് നാളെ വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ, അസ്സലാമു അലൈക്കും. എൻ്റെ ദോശയും ചായയാണ് കേട്ടോ.